ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 2. ഓക്കെ, ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്? അഡ്മിഷൻ ഓർ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്? പാർലമെന്റ് മേ ബൈ ദ ലോ അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, ഓൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ്. ഓക്കെ, അതായത് പലർക്കും ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3ഉം തമ്മിൽ മാറിപ്പോവാം. ഓക്കെ, ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് ഇന്റേണൽ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ, ഞാനിപ്പോൾ പറയുന്നത് ആർട്ടിക്കിൾ 3നെ കുറിച്ചാണ് കേട്ടോ. ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തികളിൽ മാറ്റം വരുത്തുന്നതോ അല്ല എങ്കിൽ ഒരു സംസ്ഥാനത്തിനെ വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം രൂപപ്പെടുത്തി എടുക്കുന്നതോ അല്ല എങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ചേർത്തിട്ട് ഒരൊറ്റ സംസ്ഥാനമാക്കി മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് ഇത് ഫോറിൻ ടെറിട്ടറി. നമ്മുടെ ആർട്ടിക്കിൾ 1 മൂന്നാമതായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 3 തരത്തിലുള്ള ടെറിട്ടറീസുകൾ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അതിൽ ലാസ്റ്റ് പറയുന്നത് അക്വേർഡ് ടെറിട്ടറിയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നിന്നും നമ്മൾ അക്വയർ ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശം. ഓക്കെ, അപ്പം നമ്മൾ ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്? നമ്മുടെ നിലവിലുള്ള പ്രദേശങ്ങളെ അല്ല, പകരം മറ്റൊരു രാജ്യത്തിൻ്റെ നമ്മൾ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ പ്രദേശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് നോക്കൂ, പാർലമെന്റ് മേ ബൈ ദ ലോ അഡ്മിറ്റ് ഇൻ ടു. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന പ്രദേശങ്ങൾ പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കിയുണ്ട്. അങ്ങനെ നമുക്കൊരു ടെറിട്ടറി കിട്ടുവാണ്. ഓക്കെ, നമുക്കൊരു ഫോറിൻ ടെറിട്ടറി കിട്ടുവാണ്. ഇപ്പം നമുക്ക് ഫ്രഞ്ച് കോളനികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോർച്ചുഗൽ കോളനികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോണ്ടിച്ചേരി പറയാം, അതുപോലെ തന്നെ ഗോവ പറയാം, അല്ലെ ദമാൻ ആൻഡ് ദിയു പറയാം. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ വെറുതെ നമുക്ക് നമ്മുടെ രാജ്യത്തോട് കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, ഇതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്? പാർലമെന്റ് മേ ബൈ ദ ലോ. ഓക്കെ, പാർലമെന്റിന് നിയമങ്ങൾ മൂലം, ഓക്കെ, ഒരു ആക്ട് പാസ്സാക്കുന്നതോടുകൂടി, ഓക്കെ, അല്ല എങ്കിൽ ഒരു ലോ പാസ്സാക്കുന്നതോടുകൂടി ഈ പ്രദേശങ്ങൾ എങ്ങോട്ടൊക്കെ ചേർക്കാം? ഇറ്റ് അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ. ഓക്കെ, നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ചേർക്കാം. ദമാൻ ആൻഡ് ദിയു അങ്ങനെയൊക്കെ പോലുള്ള യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് നമുക്ക് ഇതിനെ ചേർക്കാം. അല്ല എങ്കിൽ എസ്റ്റാബ്ലിഷ് എ ന്യൂ സ്റ്റേറ്റ്, ഇതിനെ നമുക്കൊരു സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കാം. സംസ്ഥാനമാക്കി കൂട്ടിച്ചേർത്തതിന് ഉദാഹരണമാണ് നമ്മുടെ സിക്കിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിക്കിം ഇതിനു മുന്നേ ഒരു മൊണാസ്ട്രി ആയിരുന്നു, ഒരു മൊണാർക്കി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, ഒരു രാജവംശമായിരുന്നു സിക്കിമിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അത് നമുക്ക് ആർട്ടിക്കിൾ 2A ഇതൊക്കെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് വേറെ ടോപ്പിക്കാണ്. ഓക്കെ, അങ്ങനെ സിക്കിം നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു രാജവംശമായിരുന്നു. അവിടെ ഒരു റെഫറൻഡം നടക്കുന്നു, അവിടുത്തെ ജനങ്ങളോട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, അതിൽ 99% ആൾക്കാരും ഇന്ത്യയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സിക്കിം നമ്മുടെ ഇന്ത്യയുടെ പ്രദേശമായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പ്രദേശമായിട്ട് മാറുന്ന സിക്കിമിനെ നമ്മൾ ചേർക്കുന്നത് ഒരു പുതിയ സംസ്ഥാനമായിട്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ഓൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ആസ് ഇറ്റ് തിങ്സ് വിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചേരുന്ന പ്രദേശങ്ങൾക്ക് പാർലമെന്റിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കാം. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആയിരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ചിന്ത വരാം, പാർലമെന്റിന് തോന്നുന്ന കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് വെക്കാൻ പറ്റുമെന്ന്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് സിക്കിമിലുണ്ടായ ഇഷ്യൂ ആണ്, ആ മൊണാർക്കി തന്നെയായിട്ട് വെച്ചുകൊണ്ടിരുന്നു. അതാണ് ആർട്ടിക്കിൾ 2A എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിക്കിം നമ്മുടെ ഇന്ത്യയിൽ ചേർന്ന സമയത്ത് അവിടെ ഒരു രാജവംശം ഉണ്ടായിരുന്നു, ആ രാജവംശത്തെ അതുപോലെ തന്നെ മൊണാർക്കി ആയിട്ട് തന്നെ വെച്ചുകൊണ്ടിരുന്നു. അതാണ് ആർട്ടിക്കിൾ 2A ബന്ധപ്പെട്ട പ്രശ്നം. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ മൊണാർക്കി ആയിട്ട് വെക്കാനോ അല്ല എങ്കിൽ ഇപ്പം നേപ്പാൾ, ഓക്കെ, നേപ്പാളി മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുസ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള നേപ്പാളിൽ നിന്നും ഒരു പ്രദേശം ഇന്ത്യയോട് കൂടി ചേർക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റിനെ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ല എങ്കിൽ നാളെ പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയോട് കൂടി ചേർക്കുന്ന സമയത്ത് അതിനൊരു മുസ്ലിം സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ നമുക്ക് തോന്നിയതുപോലെയുള്ള കണ്ടീഷൻസ് എഴുതി ചേർക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതിയിൽ ആ കേസിന്റെ വിധിയായിട്ട് ഈ ചോദ്യം ഉന്നയിച്ച സമയത്ത് പറയുന്നത്, സുപ്രീം കോടതിന്റെ വെർഡിക്റ്റ് ആയിട്ട് പറയുന്നത്, അങ്ങനെ തോന്നിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇങ്ങനെ ചേർക്കുന്ന സംസ്ഥാനങ്ങൾ
ഒരു പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം വഴിയാണല്ലോ ചേർക്കുന്നത്. ആ നിയമം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തോന്നിയ പോലെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കോടതിക്കെടുത്ത് അത് ദൂരെ കളയാം. എന്നാൽ പാർലമെന്റിന് പ്രത്യേക അധികാരം മൂലം ചില ഉള്ള ക്രൈറ്റീരിയാസ് ഈ സംസ്ഥാനങ്ങളിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ 2 പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്തിന്റെ കയ്യിലിരിക്കുന്ന ഭൂമി ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള 28 സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുന്നതാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഓക്കെ.